ഇതാണ് ബട്ടറു. എല്ലാവരും ഇതാ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഡയമണ്ടിന്റെ മോതിരം. ഇത് എത്ര ഗ്രാം ഉണ്ടടാ? നാട്ടിലെ വിലയല്ലേ ഇവിടുത്തെ തെറംസ്? 3000 സംതിങ്. ഇതാ എല്ലാവരും കണ്ടോളിൻ, എനിക്ക് ഡയമണ്ടിന്റെ മോതിരമാണ് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഓക്കെ, കണ്ടല്ലോ. പിന്നെ എനിക്കുള്ള ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ കമ്പനി? കാസിയോ. കേസിയോയുടെ കമ്പനിയിലെ ഒരു വാച്ചുമാണ് എനിക്ക് ഗിഫ്റ്റായി കൊണ്ടുവന്നേക്കുന്നത്. ഹലോ ഗോയ്സ്, എല്ലാവരും ഈ കളറ് ഈ കളറ് നല്ല. ഹലോ റോബർട്ട് ഏട്ടാ, എങ്ങനെയുണ്ട് എൻ്റെ ഗിഫ്റ്റ്? ഇതൊക്കെ ആര് മേടിച്ചു തരും? എനിക്ക് നിങ്ങളൊക്കെ മേടിച്ചു തരും ഇങ്ങനത്തെ സാധനം? ഇതെങ്ങനെയുണ്ട് സാധനം? അങ്ങനെ എൻ്റെ ഒരു പൂതിയായിരുന്നു ഡയമണ്ടിൻ്റെ മോതിരം വേണമെന്ന്. അതെനിക്ക് ദൈവം സഫലമാക്കി തന്നു. അങ്ങനെ എൻ്റെ ഡയമണ്ടിൻ്റെ മോതിരം ഈ കയ്യിൽ ഞാൻ ഇടുകയാണ്. അയ്യേ, കുഴപ്പമില്ലല്ലേ? നല്ല വാച്ചല്ലേ? പോയി വാ. കൊള്ളാല്ലേ വാച്ച്? എൻ്റെ കയ്യിൽ കൊള്ളാല്ലേ? വൈറ്റാ നല്ലത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് വാച്ച് ഞാൻ ഇടുന്നു. ഈ കയ്യിലാണോ ഇടാറ്? ആ കയ്യിലാ. ഇതാണ് മോതിരം. 10,000 രൂപയായിരുന്നു ഇതിൻ്റെ വില. ഡയമണ്ടിനൊക്കെ ഇത്ര വരുമോ? സത്യം ഡയമണ്ടിനൊക്കെ 3000 രൂപയൊക്കെ വരുമോ? പക്ഷെ നല്ല കട്ടിയുണ്ട്, ഞളങ്ങൂല കേട്ടോ. കൊള്ളാല്ലേ എൻ്റെ കൈ കിടന്നിട്ട് തിളക്കുണ്ടോ? കണ്ടോ, ഡയമണ്ട് വലിയ വിലയാണ്. കോമഡി ആണല്ലോ. വാച്ചും സൂപ്പറാട്ടോ. സത്യം എനിക്ക് ഇതേപോലെ ആരാ മേടിച്ചു തരാം? എനിക്ക് ഉമ്മർക്ക മേടിച്ചു തരും. എനിക്ക് ഉമ്മർക്കായും ഇവനാണ്, ഈ 2 പേരാണ് എനിക്ക് എല്ലാ സാധനവും മേടിച്ചു തരും. എനിക്ക് വേറെ ഒരാളൊന്നും മേടിച്ചു തരില്ല. ദേ ഈ ലോക്കറ്റ് കണ്ടോ? ഈ ലോക്കറ്റ് ഇവനാ മേടിച്ചു തന്നത്. ഈ മോതിരം കണ്ടോ? ഇത് ഇവനാ മേടിച്ചു തന്നു. ഈ മോതിരം കണ്ടോ? ഇത് ഇവനാ മേടിച്ച. പിന്നെ വേറെ 2 മോതിരം ഞാൻ നാട്ടിൽ ഊരി വെച്ചു. പിന്നെ ഇതെൻ്റെ മേടിച്ചത് ഉമ്മർക്ക. പിന്നെ ഇത് നൗഷാദ് മേടിച്ചത്. പിന്നെ ഇതും മേടിച്ചത്. ഇത് മേടിച്ചത്. ഈ ഇവനുമാണ് എനിക്ക് എല്ലാ സാധനം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ എനിക്ക് മേടിച്ചു തരുന്ന 2 വ്യക്തികളുള്ളൂ ഈ ദുബായിൽ. ഇവർ 2 പേരും മാത്രം. ഇവർ 2 പേരും എൻ്റെ കസ്റ്റമറും അല്ല. അതെൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും അറിയാം. ഉമ്മർക്കായും ഇവനും ഉമ്മർക്കായും തമ്മിലുള്ള ബന്ധം ഈ പറഞ്ഞ നൗഷാദിനും അറിയാം, എല്ലാവർക്കും അറിയാം. ഞാൻ 5 വർഷം UAE, 5 വർഷത്തെ ഫ്രണ്ടാണ് ഇവനും എൻ്റെ കാരണം എനിക്ക് എന്തെങ്കിലും വന്നാലോ ഞാൻ നാട്ടിൽ പോകുമ്പോഴാണെങ്കിലും എൻ്റെ മക്കൾക്കാണെങ്കിലും എല്ലാം മേടിച്ചു തരുന്നതും ഇവർ 2 പേരുമാണ്. അതെൻ്റെ ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ്ടാവും ഗിഫ്റ്റായിട്ട് തന്നത്. കാരണം ഞാൻ എന്താണെന്ന് ഇവർക്കറിയാം. കാരണം ഞാൻ ഒരിക്കലും അവരോടൊന്നും ആവശ്യപ്പെടാറില്ല. ഞാൻ ആവശ്യപ്പെടാണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കി നടത്തി എന്താണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം മേടിച്ചു തരും. എല്ലാം എനിക്കിപ്പോൾ ഒരു എന്ത് വേണോ ഒക്കെ മേടിച്ചു തരും 2 പേരും. വേറെ എനിക്ക് UAE അത്ര ഫ്രണ്ട്സുകളാരുമില്ല. അല്ലേ റിയാസ്?